ഇടക്കോലി ഭാരതീയ വിദ്യാനികേതൻ കോഴനാൽ ഭഗവതി ക്ഷേത്രത്തിലെ മീനപുരം മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ നാരങ്ങ വിളക്ക് വഴിപാട് ഭക്തിസാന്ദ്രമായി. കോഴനാൽ ഭഗവതി ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ഏതാണ്ട് ഒരു 100 വർഷത്തോളമെങ്കിലും പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കോഴനാൽ കുടുംബത്തിൻ്റെ കീഴിലുള്ള ട്രസ്റ്റായിരുന്നു ഈ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നത്. 10-15 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഭാരതീയ വിദ്യാനികേതനെ ഏൽപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഭാരതീയ നികേതൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ 3 ദിവസമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ആയില്യം, മകം, പൂരം ഈ 3 ദിവസങ്ങളായിട്ട് എല്ലാ വർഷവും ഉള്ള ഒരു പരിപാടിയാണ് പൂരം ഇടി എന്ന് പറയും. അതായത് അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് ഇടി. ആ വഴിപാടാണ് ഇവിടെ വരുന്ന നാളത്തെ കഴിഞ്ഞ് ഇവിടെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് 3 ദിവസം നടക്കുന്ന ക്ഷേത്ര പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഒരു വനപ്രദേശമായിരുന്നു. കാവിക്കാട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ധാരാളം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ വിശ്വാസമുണ്ട്. കാര്യം എല്ലാ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വർഷങ്ങളായിട്ട് അവരുടെ ഒരു ആരാധനാമൂർത്തിയായി കണ്ടിരുന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. സന്താനലബ്ധിക്കും കുടുംബൈശ്വര്യത്തിനും ദേശാഭിവൃദ്ധിക്കും ദേവിയുടെ ഇഷ്ട വഴിപാടായ നാരങ്ങ വിളക്കിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് വഴിപാട് നടത്താറുണ്ട്. കുട്ടികൾ ഉണ്ടാകാതിരുന്ന ദമ്പതികൾക്ക് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ലഭിച്ചെന്ന് അനുഭവസ്ഥർ പറയുന്നു. 5 പേരെ ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ. അപ്പം അവർക്കൊക്കെ ആ വർഷം 1 വർഷം 2 വർഷത്തിനകം ഈ ആഗ്രഹം സാധിച്ചെന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടതായി. എല്ലാവർക്കും പെൺകുട്ടികൾ മകൻ നക്ഷത്രത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് അന്ന് മുതൽ എല്ലാവർക്കും ഒരു ഭയങ്കര വിശ്വാസമാണ്. എല്ലാവരും ഈ നാരങ്ങ വിളക്ക് നടത്തിപ്പോലും. ഞങ്ങൾ 18 നാരങ്ങ വിളക്ക് കത്തിച്ച് 18 കഴിഞ്ഞ് 19 20 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ ഭഗവതിയുടെ അനുഗ്രഹം തന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞപ്പോൾ മതി ഞങ്ങൾ ചികിത്സ ആരംഭിച്ചതാണ്. ഈ അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ മുഴുവൻ കയറിയിടയ്ക്ക് വളരെയധികം വിഷമിച്ചു. 22 വർഷമായിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ചികിത്സ നിർത്തി. സാമ്പത്തികമായിട്ട് തളർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ ഇനിയിപ്പം എന്ത് വേണം എന്നുള്ള വിദ്യയിൽ ഇരുന്നപ്പോഴാണ് ആകെ മനസ്സ് വിഷമിച്ച് ആൾക്കാരൊക്കെ അത് ഇതും പറയാൻ തുടങ്ങി. അങ്ങനെ വളരെ വിഷമിച്ചിരുന്നപ്പോൾ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കുന്നത്. ചികിത്സ നിർത്തി, മരുന്നൊന്നുമില്ലായിരുന്നു. 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് വിഷമം, ഗർഭത്തിൻ്റെ ഇതായ വിഷമം കാണിച്ച് അന്ന് ഞങ്ങൾ ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സന്തോഷമായിട്ട് കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ദേവിയുടെ ഒരു അനുഗ്രഹം മാത്രം എന്ന് ഞങ്ങൾ പറയുന്നു. രാവിലെ 4:30 പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, രജിപുഴൂർ ഉമാമഹേശ്വര നാരായണീയ സമിതി അവതരിപ്പിച്ച പുരാണ പാരായണം എന്നിവയും നടന്നു. ഉത്സവം 10 സമാപിക്കും.